ഹലോ, വെൽക്കം ടു ത്രെഡ്സ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഇന്നത്തെ വീഡിയോ ഒരു ഫ്രോക്കാണ്. വിഷുവിന് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയൊരു അടിപൊളി ഉടുപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഒരു 2-3 വയസ്സ് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയൊരു ഉടുപ്പാണ്. ബാക്ക് വശവും ഫ്രണ്ട് വശവും ഒരുമിച്ച് വെച്ചതിന് ശേഷം രണ്ടായി മടക്കുക. അതിനുശേഷം നെക്കിൻ്റെ ഭാഗവും അതേപോലെ ഷോൾഡറും സ്ലീവും മാർക്ക് ചെയ്യുക. ഇവിടെ നെക്കിൻ്റെ വീതി 2 ഇഞ്ചും അതേപോലെ ഇറക്കം 2.5 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ബാക്ക് വശത്ത് 2 ഇഞ്ചാണ് ഇറക്കം. ബാക്കിൽ ഹുക്സ് ആണ് വെക്കുന്നത്, സിബ് വെക്കുന്നില്ല. ഷോൾഡർ 4 ഇഞ്ചും അതേപോലെ സ്ലീവ് 4.5 ഇഞ്ചാണ് എടുക്കുന്നത്. ചെസ്റ്റിൻ്റെ അവിടെ ടോട്ടൽ 20 ഇഞ്ചാണ്. ഒരു വശം 4-1 വശം 5 ഇഞ്ചാണ് വരുന്നത്. ഇനി മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഹുക്സ് വെക്കേണ്ട ഒരു ഓപ്പൺ അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി താഴത്തെ വശം അത് വൈറ്റാണ് കൊടുക്കുന്നത്. ഇവിടെ ബാക്കിലും മുന്നിലും ആ ഒരു ബോർഡർ വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് മുറിച്ച് മാറ്റാം. ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ ഇതിൽ 12.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. ബോഡി പാർട്ടിൽ 10 ഇഞ്ചും എടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് ഞാൻ പറയുന്നത് 10 ഇഞ്ചാണ് ബോഡിക്ക് എടുക്കുന്നതെന്ന്. അപ്പോൾ താഴത്തെ ഭാഗത്തിൻ്റെ പ്ലീറ്റും അതേപോലെ ഷോൾഡറും ഒക്കെ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ 8 ഇഞ്ചിലേക്ക് ബോഡി ആയിക്കോളും. അതേപോലെ ഇവിടെ 12.5 എന്നുള്ളത് 12, അങ്ങനെ ടോട്ടൽ 20 ഇഞ്ചാണ്. ഇനി ചെറിയൊരു പഫ് സ്ലീവും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള പീസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ താഴത്തെ ഭാഗത്ത് പൈപ്പിംഗ് പോലെ ചെറിയൊരു വയലറ്റ് ഭാഗം കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. അപ്പം തയ്യൽ തുമ്പും കൂടെ കൂട്ടി 3.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ രണ്ടായി മടക്കി 2 വശത്തിൻ്റെയും സ്ലീവ് ഒരുമിച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ആ താഴത്തെ ഭാഗത്തിൻ്റെ പൈപ്പിങ്ങിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. 2 ഇഞ്ച് വെച്ച് 2 ഭാഗത്തിൻ്റെയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
ഇത്രയാണ് കട്ടിംഗ് പാർട്ട്. അതേപോലെ ലൈനിങ് ഭാഗം മുറിക്കുന്നുണ്ട്. അപ്പോൾ അതിവിടെ കാണിക്കുന്നില്ല. ജസ്റ്റ് ബോഡിക്ക് വെച്ച് ലൈനിങ് വെച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി ഫ്രണ്ട് ഭാഗത്ത് ഒരു ആലിലയും അതേപോലെ ഓടക്കുഴലും ഉള്ളൊരു ഫാബ്രിക് പെയിൻറ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കാം. വിഷു ഒക്കെ ആയതുകൊണ്ട് കൃഷ്ണനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ.
സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ കട്ടിംഗ് പാർട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം.